ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും SR ക്രിയേഷൻസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കൂട്ടുകാരുടെ മലയാളം പാഠപുസ്തകത്തിലെ 7ാമത്തെ യൂണിറ്റാണ് പഠിക്കാനായിട്ട് പോകുന്നത്. പാഠത്തിൻ്റെ പേരെന്താണെന്ന് അറിയാമോ? പറഞ്ഞോളൂ. തിളങ്ങുന്ന കൂട്ടുകാർ. ആരൊക്കെയാണ് തിളങ്ങുന്ന കൂട്ടുകാർ? കൂട്ടുകാർക്കറിയാമോ? അറിയില്ല അല്ലേ? നമുക്ക് പാഠത്തിലൂടെ പഠിച്ചാലോ? മനോഹരമായ കഥകളും പാട്ടുകളും ഒക്കെയുണ്ട്. അപ്പം നമുക്ക് നേരെ പാഠത്തിലേക്ക് കിടക്കാം. അതിനു മുന്നേ കൂട്ടുകാരാരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്ത് കഴിയുമ്പോൾ ഞങ്ങളിടുന്ന എല്ലാ ക്ലാസ്സുകളുടെ വീഡിയോസും അതുപോലെ എക്സാം സ്പെഷ്യൽ വീഡിയോസും കൂട്ടുകാർക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. പാഠത്തിലേക്ക് കിടക്കാം. അധ്യായം 7, തിളങ്ങുന്ന കൂട്ടുകാർ. ആകാശം നിറയെ പൂക്കൾ, മിന്നിത്തിളങ്ങുന്ന പൂക്കൾ, എന്തു ഭംഗി! ഹായ്, നക്ഷത്രങ്ങൾ! ജാനിമോള് രാത്രിയിൽ മുറ്റത്തിറങ്ങി ആകാശത്തിലേക്ക് നോക്കി. ഹായ്, ഒത്തിരി പൂക്കളാണല്ലോ. ആരെയാണ് ജാനിമോള് പൂക്കളെന്ന് പറഞ്ഞത്? അതെ, നക്ഷത്രങ്ങളെയാണല്ലേ കൂട്ടുകാരെ? അതെ, തിളങ്ങുന്ന പൂക്കളാണ്. തിളങ്ങുന്ന നക്ഷത്രങ്ങളെ പൂക്കളായിട്ടാണ് ജാനിമോള് പറഞ്ഞത്. നോക്കിയേ, നക്ഷത്രങ്ങളും ജാനിമോളും തമ്മിലൊരു സംഭാഷണമുണ്ടായി. എന്തൊക്കെയായിരിക്കും അവർ പറഞ്ഞിട്ടുണ്ടാവുക? ജാനി, ഭൂമിയിൽ വരുന്നോ? ഇവിടെ എൻ്റെ അടുക്കൽ വരുന്നുണ്ടോ? ജാനിമോള് ചോദിക്കുകയാണ്. നക്ഷത്രങ്ങൾ, എന്താ ഒരു വഴി? വരാമെന്ന ആഗ്രഹമുണ്ടല്ലോ, പക്ഷേ എങ്ങനെയാണ് ഭൂമിയിൽ നിന്റെ അടുക്കൽ എത്തുക? ജാനി, വഴിയുണ്ട്. എന്താ ആ വഴി കൂട്ടുകാരെ? നോക്കാം. ജാനി, കുഞ്ഞിക്കിളി കുഞ്ഞിക്കിളി, ഒരു വഴി പറഞ്ഞു തരുമോ? തൊട്ടടുത്തിരുന്ന കുഞ്ഞിക്കിളിയോട് പറഞ്ഞു. കുഞ്ഞിക്കിളി പറഞ്ഞു, അതാ ഊഞ്ഞാൽ. ദേ കണ്ടോ, ഊഞ്ഞാലാണല്ലോ അത്. ഊഞ്ഞാലാടി ജാനി. ഉയർന്നു ചെന്നു ജാനി. അപ്പോൾ ജാനി ഊഞ്ഞാലാടി അമ്പിളിമാമൻ്റെയും നക്ഷത്രങ്ങളുടെയും അടുത്തെത്തിയെന്നാണ് പറയുന്നത്. ജാനി, വരൂ, എൻ്റെ മടിയിൽ കയറൂ, വേഗം കയറൂ. കുഞ്ഞു നക്ഷത്രങ്ങൾ ജാനിയുടെ മടിയിൽ കയറി. നോക്കിയേ കൂട്ടുകാരെ, എന്തു ഭംഗിയാണല്ലേ? അതെ. ജാനി, ഹായ്, എൻ്റെ മുറി നിറയെ നക്ഷത്രങ്ങൾ, എന്തു ഭംഗി! ജാനിയുടെ മുറിയിൽ ആകെ നക്ഷത്രങ്ങൾ, പാറിക്കളിക്കുന്ന നക്ഷത്രങ്ങൾ. എവിടെ നിന്നാണ് ഇവ വന്നത്? മാനത്തു നിന്നാണല്ലേ? അതെ. കൂട്ടുകാരെ, ഉത്തരം പറയാമോ? ഇവിടെ കുറച്ച് കടങ്കഥകൾ കൊടുത്തിട്ടുണ്ട്. തിളങ്ങുന്നവയെ കുറിച്ചാണ്. തിളങ്ങുന്ന കൂട്ടുകാരാണ് ഈ കടങ്കഥകളുടെ ഉത്തരം. അപ്പം നമുക്ക് ഓരോന്നായി നോക്കാമോ? ഓരോന്നിൻ്റെ ഉത്തരം കൂട്ടുകാർ പറയണം കേട്ടോ. ഒന്നാമത്തേത്, ആന കേറാമല ആടു കേറാമല, 1000 കാന്താരി പൊത്തിറങ്ങി. എന്താ? അതെ, നക്ഷത്രങ്ങൾ. രണ്ടാമത്തേത് നോക്കിയേ. കിഴക്കു കാണും കാലത്ത് തലയ്ക്കുമീതെ ഉച്ചയ്ക്ക് കടലിൽ താഴും സന്ധ്യയ്ക്ക് പറയൂ പറയൂ ഞാനാര്? ആരാ കൂട്ടുകാരെ? അതെ, സൂര്യനാണ്. അടുത്തത് നോക്കിയേ. 3, എനിക്കുണ്ടൊരു കുപ്പായം, നീലക്കുപ്പായം, പുള്ളിക്കുപ്പായം, വിരിച്ചാലും വിരിച്ചാലും തീരില്ല. ആരാണ് കൂട്ടുകാരെ? ആകാശം. എഴുതിക്കോളൂ. അടുത്ത് നോക്കിയേ. ഇരുട്ടിൽ ആകാശത്തിൽ വലിയ വിളക്കായി തെളിയും, മുഴുവട്ടത്തിൽ കാണാം, മുറിവട്ടത്തിൽ കാണാം, പേരെന്താണെന്നറിയാമോ? പറയുന്നോർക്കൊരു സമ്മാനം. കൂട്ടുകാരെ, നിങ്ങൾക്കറിയാമോ ഇതാരാണ്? അതെ, മുഴുവട്ടത്തിലും കാണാം, മുറിവട്ടത്തിലും കാണാമല്ലേ? അങ്ങനെയാണെങ്കിൽ അത് അമ്പിളിയമ്മാവനല്ലേ? അതെ, എഴുതിക്കോളൂ. ചന്ദ്രൻ. ഇനി കൂട്ടുകാർക്ക് ഇഷ്ടമുള്ള ഒരു കടങ്കഥ എഴുതി അതിൻ്റെ ഉത്തരവും കണ്ടെത്തി നോക്കിയേ. എഴുതാം. അടിച്ചു വാരിയ മുറ്റത്ത് വാരിയെറിഞ്ഞ മണൽത്തരികൾ. ഉത്തരം എന്താ? നക്ഷത്രങ്ങൾ. ഇതുപോലെ കൂട്ടുകാരെ, തിളങ്ങുന്ന കൂട്ടുകാരെ കുറിച്ച്
കൂടുതൽ കടങ്കഥകളും പഴഞ്ചൊല്ലുകളും കണ്ടെത്തി എഴുതണം കേട്ടോ. പകലും രാവും. നോക്കിയേ കൂട്ടുകാരെ, പകലും രാത്രിയും വളരെ സുന്ദരികളാണല്ലേ. നോക്കാം നമുക്ക്. നിറം കൊടുത്തു നോക്കിയേ, കൂടുതൽ ഭംഗി ആർക്കാണ്? ഹായ്, കൂടുതൽ ഭംഗി രാത്രി തന്നെ അല്ലേ? അതെ. എഴുതാം കൂട്ടുകാരെ. പകൽ നേരത്തെ ആകാശം എങ്ങനെയായിരുന്നു? എഴുതിക്കോളൂ. സൂര്യനും പക്ഷികളും നീലാകാശവും വെളുത്ത മേഘങ്ങളും. പകൽ നേരത്തെ ആകാശം വളരെ ഭംഗിയുള്ളതാണ്. രാത്രിയിലെ ആകാശമോ? എഴുതിക്കോളൂ. ചന്ദ്രനും നക്ഷത്രങ്ങളും ഇരുണ്ട മേഘങ്ങളും. പകലിനേക്കാൾ സുന്ദരിയാണ് രാത്രി. കൂട്ടുകാർ ആകാശത്തിൽ കണ്ട ഓരോ കാഴ്ചകളും എഴുതി നോക്കിയേ. ഇനി പാട്ടരങ്ങാണ്. നമുക്കൊരു കവിതയായാലോ? കൂട്ടുകാർ കൂടെ പാടണേ. പാടാം. പാട്ടരങ്ങ്. അഴകുള്ള പപ്പടം അമ്പിളി പപ്പടം, അഴകുള്ള പപ്പടം അമ്പിളി പപ്പടം. ആരാരെടുക്കും ആരാര് തിന്നും കുണ്ടിലിരിക്കും ചുണ്ടലി ചൊല്ലി. ആരാരെടുക്കും ആരാര് തിന്നും കുണ്ടിലിരിക്കും ചുണ്ടലി ചൊല്ലി. ഞാൻ തിന്നും കരണ്ട് തിന്നും തുമ്പപ്പൂവിൽ റോക്കറ്റേറി. ഞാൻ തിന്നും കരണ്ട് തിന്നും തുമ്പപ്പൂവിൽ റോക്കറ്റേറി. അമ്പിളി കണ്ടു പറന്നു ചുണ്ടലി, അമ്പിളി കണ്ടു പറന്നു ചുണ്ടലി. വഴിയിൽ കണ്ടു മഴവില്ല് 1 2 3 4 5 6 7. വഴിയിൽ കണ്ടു മഴവില്ല് 1 2 3 4 5 6 7. ഏഴഴകുള്ളൊരു മഴവില്ല്, ഏഴഴകുള്ളൊരു മഴവില്ല്, ഏഴഴകുള്ളൊരു മഴവില്ല്. കൂട്ടുകാരെ, പാട്ടിഷ്ടമായോ? ഒന്നുകൂടെ പാടി നോക്കിയാലോ? പാടിക്കോളൂ. അഴകുള്ള പപ്പടം അമ്പിളി പപ്പടം, അഴകുള്ള പപ്പടം അമ്പിളി പപ്പടം. ആരാരെടുക്കും ആരാര് തിന്നും കുണ്ടിലിരിക്കും ചുണ്ടലി ചൊല്ലി. ആരാരെടുക്കും ആരാര് തിന്നും കുണ്ടിലിരിക്കും ചുണ്ടലി ചൊല്ലി. ഞാൻ തിന്നും കരണ്ട് തിന്നും തുമ്പപ്പൂവിൽ റോക്കറ്റേറി. ഞാൻ തിന്നും കരണ്ട് തിന്നും തുമ്പപ്പൂവിൽ റോക്കറ്റേറി. അമ്പിളി കണ്ടു പറന്നു ചുണ്ടലി, അമ്പിളി കണ്ടു പറന്നു ചുണ്ടലി. വഴിയിൽ കണ്ടു മഴവില്ല് 1 2 3 4 5 6 7. വഴിയിൽ കണ്ടു മഴവില്ല് 1 2 3 4 5 6 7. ഏഴഴകുള്ളൊരു മഴവില്ല്, ഏഴഴകുള്ളൊരു മഴവില്ല്, ഏഴഴകുള്ളൊരു മഴവില്ല്. ഹായ്, നല്ല ഭംഗിയുള്ള പാട്ടാണല്ലേ. കൂട്ടുകാർ പാടി പഠിക്കണം കേട്ടോ. ഇനി നമുക്ക് ഓരോ ദിവസം അമ്പിളിമാമനെ നിരീക്ഷിക്കാം. എന്നിട്ട് വരച്ചോളൂ. നോക്കിയേ, ചില ദിവസങ്ങളിൽ ദേ ഇതുപോലെ കാണാം അമ്പിളിമാമനെ അല്ലേ. ചിലപ്പോഴോ ദേ മുറിവട്ടത്തിൽ കാണാം. പിന്നെ ചിലപ്പോഴോ വട്ടത്തിൽ കാണാം, പപ്പടം പോലെ. പിന്നെ കുറച്ചുകൂടെ ചെറുതായല്ലോ. പിന്നെ ദേ ഇങ്ങനെയും കാണാം. മാമ മാമ അമ്പിളി മാമ, ഇന്നലെ മാമൻ പപ്പടവട്ടം. മാമ മാമ അമ്പിളി മാമ, ഇന്നലെ മാമൻ പപ്പടവട്ടം. ഇന്നാരു കടിച്ചു പപ്പടവക്കിൽ, ഇന്നാരു കടിച്ചു പപ്പടവക്കിൽ. മാമ മാമ അമ്പിളി മാമ, ഇന്നലെ മാമൻ പപ്പടവട്ടം. കൂട്ടുകാരെ, കവിത ഇഷ്ടമായോ? കൂട്ടുകാർ പാടി അമ്പിളിമാമനെ നിരീക്ഷിച്ച് ചിത്രം വരച്ചോളൂ. അപ്പോൾ കൂട്ടുകാരെ, നമ്മളിന്ന് 7ാമത്തെ അധ്യായമാണ് പഠിച്ചത്. തിളങ്ങുന്ന മനോഹരമായ കൂട്ടുകാരെ പറ്റിയാണ് ഇന്നത്തെ ക്ലാസ് ആയിരുന്നതല്ലേ. കൂട്ടുകാർക്ക് പാഠം ഇഷ്ടമായോ? കവിതകളൊക്കെ പഠിച്ചോ? തിളങ്ങുന്ന കൂട്ടുകാർ ആരൊക്കെയാണെന്ന് മനസ്സിലായില്ലേ? മനസ്സിലായല്ലേ? അപ്പോൾ കൂട്ടുകാർക്ക് ക്ലാസ്സുകൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഒരുമിച്ച് കാണാം. താങ്ക്